മലയാള സിനിമയ്ക്ക് അത്രയ്ക്ക് മികച്ചതൊന്നും അല്ലെങ്കിൽ കൂടി കുറേ സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് വിജി തമ്പി. ഇപ്പോഴും വേലുതമ്പി ദളവ് പോലുള്ള ചില സിനിമകൾ അദ്ദേഹത്തിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തകളും കേട്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മതം മാറാനായി ഒരു നടിക്ക് 100 കോടി രൂപയുടെ ഓഫർ വന്നുവെന്ന് വിജി തമ്പി പറഞ്ഞത്. അന്നതേറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. അതൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും അതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണ്. അന്ന് അതൊക്കെ വെറുതെ പറഞ്ഞതല്ലെന്നും നടന്ന കാര്യമാണെന്നും പറയുകയാണ് വിജി തമ്പി. കൂടാതെ മാധവിക്കുട്ടിയെ കമല സുരയ്യ ആക്കിയതിന് 20 കോടി രൂപ നൽകിയെന്നും വിജി തമ്പി ആരോപിക്കും. മാധവിക്കുട്ടിയെ കമല സുരയ്യ ആക്കിയപ്പോൾ കിട്ടിയത് കോടിക്കണക്കിന് രൂപയാണ്. അതൊരു ലവ് ജിഹാദ് തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് 20 കോടി രൂപ കൊടുത്താണ് മാധവിക്കുട്ടിയെ മാറ്റിയത്. മാധവിക്കുട്ടി അവസാനം ലീലാമേനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മരണത്തിന് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്. കുംഭമേളയിൽ പോയ ഒരു പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചത് എന്തിനാണ്? പയ്യനും പെൺകുട്ടിയും മലയാളികളല്ല, അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിക്കൂടെ? ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തീവ്രവാദികളിൽ കൂടുതലും ഇസ്ലാം മതക്കാരാണ്. 2047 ഭാരതത്തെ ഇസ്ലാം രാജ്യമാക്കുമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് ഇവിടെ. ഇതെല്ലാം ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നും വിജി തമ്പി പറയും. ഒരു നടിക്ക് മതം മാറാൻ 100 കോടി രൂപയുടെ ഓഫർ വന്നുവെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷേ ആ നടിയുടെ പേര് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഞാനത് പറഞ്ഞത്. നടിയെ എനിക്കറിയാം, അവർക്കും അക്കാര്യം കൃത്യമായി അറിയാം. ഇതൊക്കെയാണ് വിജി തമ്പി സാർ വീണ്ടും പറയുന്നത്. കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീക്കാണ് ഇത്തരത്തിലുള്ള ഓഫർ ലഭിച്ചതെന്നും വിജി തമ്പി പറഞ്ഞിരുന്നു. പലതരത്തിൽ ഈ പരാമർശത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നെങ്കിലും തന്റെ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് വിജി തമ്പി. അതേപോലെ മമ്മൂട്ടി അഭിനയിച്ച ശ്രദ്ധേയമായ കാതൽ എന്ന സിനിമ ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചത് അല്ലെന്നും വിജി തമ്പി പറഞ്ഞിരുന്നു. ഇക്കാര്യം കൂടി അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, സിനിമയിലൂടെ ആ സംസ്കാരം കൂടി പറയണം. കാരണം അടുത്ത തലമുറകൾ കൂടി കാണേണ്ട സിനിമയാണ്. സംസ്കാരശൂന്യമായ സിനിമകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാതൽ പോലൊരു സിനിമ, അത് ഉപയോഗിച്ച തീം, അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, ഭാരതീയ സംസ്കാരത്തിനും ചേർന്നതല്ല. ഞാൻ ആ സിനിമ കണ്ടതാണ്. ഇതായിരുന്നു വിജി തമ്പിയുടെ വാക്കുകൾ. മൂവി വേൾഡ് മീഡിയ എന്ന ഒരു ചാനലിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണമുണ്ടായത്. 1999 മാധവിക്കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് കമല സുരയ്യ എന്ന പേരും സ്വീകരിച്ചത്. ഈ തീരുമാനം കേരള സമൂഹത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ആ മതപരിവർത്തനം പലർക്കും അപ്രതീക്ഷിതവും അതിശയകരവുമായ ഒരു സംഭവമായിരുന്നു. ചിലർ അത് വ്യക്തിപരമായ ആത്മീയ അന്വേഷണമായി കണ്ടിരുന്നു. അതേസമയം അവരെ പറഞ്ഞ് പറ്റിച്ച് മതത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും ചിലർ വിശ്വസിച്ചിരുന്നു. ആ സമയത്തൊന്നും വിജി തമ്പി സാർ ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. അന്ന് അദ്ദേഹം കുറച്ചൊക്കെ തിരക്കുള്ള സംവിധായകനായിരുന്നു. പിന്നീട് അവസാനമായി 2013 ദിലീപിനെ നായകനാക്കിയെടുത്ത നാടോടി മന്നൻ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തെ സംവിധായകന്റെ വേഷത്തിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ വിശ്വഹിന്ദു പക്ഷത്തിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപദേശകരുമാണ് വിജി തമ്പി. അപ്പോൾ കുറച്ച് വർഗീയതൊക്കെ ആകാം എന്നാണ് തോന്നുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാകും ലോകത്ത് ആരും വിശ്വസിക്കാത്ത 100 കോടി രൂപയുടെ മതം മാറ്റമൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നു. നേരത്തെ വിജി തമ്പിയുടെ ഈ 100 കോടി ആരോപണത്തിൽ സംവിധായകൻ MA നിഷാദ് പ്രതികരിച്ചിരുന്നു. മിസ്റ്റർ തമ്പി, ആരാണ് ആ 100 കോടി ക്ലബിൽ എത്തിയ നടി എന്ന് തമ്പി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ചുമ്മാ ഉണ്ടയില്ല വെടിവെച്ചിട്ടങ്ങ് പോയാലോ? തമ്പി പറയില്ല, തമ്പി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തമ്പിക്കറിയാം എന്നൊക്കെയായിരുന്നു നിഷാദിൻ്റെ പരിഹാസം. വിജി തമ്പി സാറിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറേ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മായക്കാഴ്ചകൾ വല്ലതുമാണോ, ഇല്യൂഷനാണോ, ഡിലൂഷനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സംഘപരിവാറിൻ്റെ നേതൃത്വ ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നിരിക്കുന്നു എന്നത് സത്യമാണ്.